അല്ല, ക്ഷണം കിട്ടിയതിനകത്ത് തന്നെ വിവേചനങ്ങളുണ്ട്. ഒരുപാട് പേര്, കുറേ പാർട്ടികൾ കിട്ടിയിട്ടുണ്ട്, കുറേ പാർട്ടികൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ ഇന്ത്യ അലയൻസിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും നേതാക്കന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്കവാറും ആളോട് സംസാരിച്ചു, കുറച്ച് ആളോട് ബാക്കിയുണ്ട്. അതുകൂടെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒഫീഷ്യലായിട്ടൊരു തീരുമാനം പ്രഖ്യാപിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. ഇതേ ഒരു ഇന്ത്യ അലയൻസിൻ്റെ കൂട്ടായ തീരുമാനമായിരിക്കും. അല്ല, അങ്ങനെ ഒരു ആശയം വന്നിട്ടുണ്ട്. അദ്ദേഹം LOP ആണ്, ലെറ്റർ ഓഫ് ഓപ്പോസിഷൻ. അപ്പോൾ അതിൽ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ബാക്കി കുറച്ച് പേരും കൂടെ കണ്ടക്ട് ചെയ്യാനുണ്ട്. അല്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ മല്ലികാർജ്ജുന ഖാർഗെക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും കിട്ടി, എനിക്ക് പോലും കിട്ടിയിട്ടുണ്ട് ക്ഷണം. ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അതേ, പക്ഷേ ഫോറിൻ ഡെലിഗേഷനൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോഴാണ്, പുറത്ത് പറഞ്ഞപ്പോഴാണ് ഈ ക്ഷണം വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു പലർക്കും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഇനിയിപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ, എനിക്കറിയില്ല. പാർട്ടി തലത്തിൽ കിട്ടിയതാണോ അതോ MP എന്ന നിലയിൽ കിട്ടിയ? ഞാൻ വിശദാംശങ്ങൾ നോക്കിയിട്ടില്ല. എന്തായാലും ഒരു ഇൻവിറ്റേഷൻ കാർഡ് വന്നു. നമ്മളെന്തായാലും വൈകുന്നേരം 7:15 മുമ്പ് തീരുമാനിക്കുമല്ലോ. എന്തായാലും അധികം വൈകാതെ തീരുമാനം ഉണ്ടാവും. അതാ പറഞ്ഞത്, ആരൊക്കെ പങ്കെടുക്കും ആരൊക്കെ പങ്കെടുക്കില്ല എന്നുള്ളത്, അല്ല പൂർണ്ണമായും പങ്കെടുക്കില്ല ഒക്കെ എന്നുള്ളൊരു തീരുമാനം ഞങ്ങളുടെ എല്ലാവരുമായിട്ടും ഇപ്പോൾ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും എല്ലാവരും നടത്തിയിട്ടുണ്ട്, കുറച്ച് പേരും കൂടെ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ എന്താ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്? അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇന്നലെ വലിയ ആഘോഷമാക്കി കളഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് വയനാട്ടിലൊക്കെ ചോദ്യം ചോദിക്കുകയാണ്, ഇത് മോശമല്ലേ? അദ്ദേഹത്തിൻ്റെ തീരുമാനം ഒന്ന് വരാൻ കാത്തിരിക്കൂ. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഒന്ന് വരാൻ കാത്തിരിക്കണം എന്നാണ് ഇനി ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറഞ്ഞു, 2 മണ്ഡലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. വയനാടിനോട് പ്രത്യേകമായിട്ടുള്ള വൈകാരികമായ അടുപ്പം അദ്ദേഹം കഴിഞ്ഞ 5 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. അത് അദ്ദേഹത്തിൻ്റെ അവിടെ വന്നാലുള്ള സമീപനം കണ്ടാൽ അറിയാം. റായ്ബറേലി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രാധാന്യമുള്ള മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഏത് മണ്ഡലം വേണമെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുക, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം ഇതുവരെ അതിനകത്ത് ഒരു ഹിൻഡും അദ്ദേഹം തന്നിട്ടില്ല. തുറന്ന് പറയാം, പാർട്ടിക്ക് ഒരു ഹിൻഡും അദ്ദേഹം ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഒഴിവാക്കുന്നത്, ഒരു ഹിൻഡും പറഞ്ഞു. പിന്നെ ഇന്നലെ പറയുകയാണ് രാഹുൽ ഗാന്ധി വയനാട് ഒഴിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ തീരുമാനം വരാൻ നമുക്ക് കാത്തിരിക്കാമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വിഷയത്തിൽ പൂർണ്ണമായി രാഹുൽ ഗാന്ധിയാണ് തീരുമാനം എടുക്കുന്നത്, പാർട്ടി എന്തെങ്കിലും? അല്ലല്ല, രാഹുൽ ഗാന്ധി തന്നെയാണ് തീരുമാനം എടുക്കുക. രാഹുൽ ഗാന്ധിക്ക് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം, വശങ്ങളും അറിയാം. രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും തീരുമാനം എടുക്കുക. അല്ല, ഫോറിൻ ഡെലിഗേറ്റ്സിനൊക്കെ മിഞ്ഞാന്ന് കിട്ടി, ഇന്നലെ തന്നെ ലാൻഡ് ചെയ്തല്ലോ അവർ. അറ്റ്ലീസ്റ്റ് പ്രതിപക്ഷ നേതാവിനെ കൊടുക്കാമല്ലോ ആ സമയത്ത്. വേറെ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിനെങ്കിലും ആ സമയത്ത് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ പിന്നീട് ഇന്നലെ നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ക്ഷണം കിട്ടിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾ പോകുന്നത് തീരുമാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് രാത്രിയാണ് ഞങ്ങളെ വിളിക്കുന്നത്, ഇങ്ങനെ ക്ഷണക്കത്ത് വരുന്നുണ്ടെന്ന് പറയും. ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് ക്ഷണക്കത്ത് കിട്ടുന്നത്. ഇപ്പോഴും പലർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മുന്നണിയിൽപ്പെട്ട പല നേതാക്കന്മാരോട് സംസാരിച്ചപ്പോൾ അവരിൽ പലർക്കും കിട്ടിയിട്ടില്ല. ഇത് സത്യത്തിൽ അവർ പഴയ ശൈലിയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ആ മാൻഡേറ്റ് അവർക്കില്ല, അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല അവർക്ക്, ജനങ്ങൾ നൽകിയിട്ടില്ല. ഏറ്റവും ധിക്കാരപരമായിട്ട് എല്ലാവരും ബുൾഡോസ് ചെയ്ത് വീണ്ടും വീണ്ടും പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലക്കാലം ഒരു ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്തൊരു ലോക്സഭയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ലോക്സഭ. സാധാരണഗതിയിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UPA 10 കൊല്ലക്കാലം എടുത്ത് നോക്കിയാൽ ആരാണ് ഡെപ്യൂട്ടി സ്പീക്കർ? BJPയുടെ നേതാവായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ കീഴ്വഴക്കം. ഇപ്പോൾ കേരളത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? അല്ല, സംസ്ഥാന നിയമസഭകളിൽ അത് ബാധകമല്ല, ഞാൻ പാർലമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടത്തും പ്രതിപക്ഷത്തിന് നൽകുന്നതാണ്. ഇത് നമുക്ക് കോൺഗ്രസിന് തരാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷമായിട്ടും അത് തരുന്നില്ല. അല്ല, അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. അവകാശങ്ങളൊന്നും ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്തായാലും, മനസ്സിലായില്ലേ? അപ്പോൾ ഈ കീഴ്വഴക്കം അവർ ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തന്നെ അവർ പഴയ കീഴ്വഴക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ, പഴയ രീതി തന്നെയാണ് പോകുന്നതെങ്കിൽ സുഗമമായിട്ട് ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ, അങ്ങനെയല്ലേ ഇത് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോറിൻ ഡെലിഗേറ്റ്സിനെല്ലാം നേരത്തെ ഇൻവിറ്റേഷൻ പോകുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവിനെങ്കിലും കൊടുക്കാമല്ലോ, പോട്ടെ. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ വിളിക്കാമല്ലോ, മുഖ്യമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാരായിരുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മുഖ്യമന്ത്രിമാർക്ക്. ഇതൊക്കെ ഇന്ന് വൈകുന്നേരത്തെ ഇപ്പം അറിയിച്ചാൽ അവർക്ക് വരാൻ പറ്റുമോ?